Dear students, next we are going to learn the next theorem from fifth module, that is theorem 5.2. Let B and A be respectively the circuit matrix and incident matrix of a graph whose columns are arranged using the same order of edges. Then every row of B is orthogonal to every row of A, which means A into B transpose equals B into A transpose equals 0. Okay, so we have two matrices, that is a circuit matrix which is represented as B and the incident matrix which is represented as A. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് മെട്രിക്സ് ആയാലും ഇൻസിഡൻറ്റ് മെട്രിക്സിലായാലും നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് ഈസ് കറസ്പോണ്ട്സ് ടു നമ്പർ ഓഫ് എഡ്ജസ് ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം വേ. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഗ്രാഫിലെ നമ്പർ ഓഫ് എഡ്ജസ് 6 ആണെങ്കിൽ നമ്മളിപ്പോൾ നെയിമിങ് E1 to E7 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സർക്യൂട്ട് മെട്രിക്സിലായാലും ഇൻസിഡൻറ്റ് മെട്രിക്സിലായാലും കോളംസ് എഴുതുന്നത് E1, E2, E3 അപ് ടു E7 എന്നായിരിക്കും. So the columns which corresponds to number of edges are arranged in the same way. ഏത് മെട്രിക്സിലായാലും സെയിം വേ തന്നെയായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ സർക്യൂട്ട് മെട്രിക്സ് ആയാലും അതുപോലെ ഇൻസിഡൻറ്റ് മെട്രിക്സിലായാലും അതിൽ ഏത് റോ എടുത്താലും ആ രണ്ട് റോസിൻ്റെയും, അതായത് സർക്യൂട്ട് മെട്രിക്സിലൊരു റോയും ഇൻസിഡൻറ്റ് മെട്രിക്സിലൊരു റോയും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ഇത് യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് പ്രൂവ് ദാറ്റ് എ ഡോട്ട് ബി ട്രാൻസ്പോസ് ഈക്വൽസ് ബി ഡോട്ട് എ ട്രാൻസ്പോസ് ഈക്വൽസ് 0 എന്നായിരിക്കും. അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ദ സർക്യൂട്ട് മാട്രിക്സ് ആൻഡ് ഇൻസിഡൻറ്റ് മാട്രിക്സ് ഈസ് ഓർത്തോഗണൽ ടു ഈച്ച് അതർ, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ let we discuss about the proof. Okay, so first for that we have to consider a graph. ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ദെൻ കൺസിഡർ എ വേർട്ടെക്സ് ആൻഡ് എ സർക്യൂട്ട് ഇൻ ദാറ്റ് ഗ്രാഫ്. ആ ഗ്രാഫിലെ ഒരു സർക്യൂട്ടും ഒരു വേർട്ടെക്സും കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ രണ്ട് കേസസ് വരാം. നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്തു, ഇനി ഒരു വേർട്ടെക്സ് കൺസിഡർ ചെയ്തു. ഈ വേർട്ടെക്സ് ഒന്നുകിൽ ആ സർക്യൂട്ടിലെ ഒരു വേർട്ടെക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ദാറ്റ് വേർട്ടെക്സ് ഡസ് നോട്ട് ബിലോങ് ടു ദാറ്റ് circuit. Okay, for example, consider this graph V1, V2, V3, V4. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യണം. ഈ 3 എഡ്ജസിന് യൂസ് ചെയ്തൊരു സർക്യൂട്ട്. ഇനി 2 കേസസ് മീൻസ് കേസ് 1 we consider the vertex V2, then case 2 we consider the vertex V4. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ കേസിൽ നമ്മൾ കൺസിഡർ എ വേർട്ടെക്സ് വിച്ച് ഇസ് നോട്ട് ബിലോങ്സ് ടു ദ സർക്യൂട്ട്. ആ സർക്യൂട്ടിൽ ബിലോങ്ങിങ് അല്ല. നമ്മൾ കൺസിഡർ ചെയ്ത സർക്യൂട്ടിലെ വേർട്ടെക്സസ് എന്ന് പറയുന്നത് V1, V3 ആൻഡ് V4 ആണ്, ആൻഡ് V2 ഡസ് നോട്ട് ബിലോങ് ടു ഇറ്റ്. സോ ദാറ്റ് മീൻസ് നോ എഡ്ജസ് ഇൻ സർക്യൂട്ട്. ആ സർക്യൂട്ടിലെ എഡ്ജസ് ഒന്നും ആ വേർട്ടെക്സസിൽ വന്ന് ടച്ച് ചെയ്തിട്ടില്ല. ഇനി സെക്കൻഡ് കേസ് വി കൺസിഡർ എ വേർട്ടെക്സ് വിച്ച് ബിലോങ്സ് ടു ദ സർക്യൂട്ട്. അല്ലേ, നമ്മൾ സർക്യൂട്ടിലുള്ള ഒരു വേർട്ടെക്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സർക്യൂട്ടിലുള്ള ഏത് വേർട്ടെക്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും. ദാറ്റ് മീൻസ് 2 എഡ്ജസ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് if the vertex is not in the circuit means there is no edge in the circuit that is incident on V. Then on the other hand, if the vertex is in the circuit, that means the number of edges in the circuit that will incident on that particular vertex is exactly 2. Okay, ഇനി നമ്മൾ ഇപ്പോൾ വരച്ച ആ ഒരു ഗ്രാഫിൻ്റെ 1, 2, 3, 4 എഡ്ജ് E1, E2, E3, E4, E5. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ ഈ രണ്ട് മെട്രിക്സ്, സർക്യൂട്ട് മെട്രിക്സും അതുപോലെ നമ്മൾ ഇൻസിഡൻറ്റ് മെട്രിക്സും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇൻസിഡൻറ്റ് മെട്രിക്സ് മീൻസ് 1, 2, 3, 4. ഇൻസിഡൻറ്റ് മെട്രിക്സിനെ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ നമ്പർ ഓഫ് റോസ് കറസ്പോണ്ട്സ് ടു നമ്പർ ഓഫ് വേർട്ടിസസ്. ദെൻ E1, E2, E3, E4, E5. ഓക്കെ, സോ E1 കൺസിഡർ ചെയ്യുമ്പോൾ 1ഉം 2, 1, 2 റിമൈനിങ് സീറോസ്. ദെൻ E2 കൺസിഡർ ചെയ്യുമ്പോൾ 2, 3,
ഈ 3 കൺസിഡർ ചെയ്യുമ്പോൾ 3 4, ഈ 4 കൺസിഡർ ചെയ്യുമ്പോൾ 1 4, ഈ 5 കൺസിഡർ ചെയ്യുമ്പോൾ 1 3. Sorry, 3. Okay, this is an incident matrix. Next is the circuit matrix. So we have here 3 circuits, 1 2 3. Then edges E1 E2 E3 E4 E5. Okay, ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന സർക്യൂട്ട് ഇതാണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് സർക്യൂട്ടിൽ ഏതൊക്കെ എഡ്ജസ് ഉണ്ട്? E3 E4 E5, റിമൈനിങ് 2 zeros. ദെൻ സെക്കൻഡ് സർക്യൂട്ട് ഇതാണെങ്കിൽ, second circuit, this edge, this edge, this edge, that is E1 E2 and E5, E1 E2 and E5, remaining 2 zeros. Then third circuit is this one, E1 E2 E3 E4, E1 E2 E3 E4, last 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസിഡൻറ്റ് മാട്രിക്സും കൺസ്ട്രക്ട് ചെയ്തു, സർക്യൂട്ട് മാട്രിക്സും കൺസ്ട്രക്ട് ചെയ്തു. ഇനി we take any 2 rows from both the സർക്യൂട്ട്സ്, ഫ്രം ബോത്ത് ദ മാട്രിക്സ്, രണ്ട് മാട്രിക്സിൽ നിന്നും ഏതെങ്കിലും റോസ് എടുക്കുക. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഇവിടെ V2, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കേസിൽ ആദ്യം എടുത്ത വേർട്ടെക്സ് V2ഉം രണ്ടാമത്തെ വേർട്ടെക്സ് V4ഉമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ V2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ഫ്രം ഇൻസിഡൻറ്റ് മാട്രിക്സ് എടുക്കുന്നു. സോ ദ വാല്യൂസ് ആർ 1 1 0 0 0. Okay, then consider the circuit. ഫസ്റ്റ് സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ എടുക്കുക, 0 0 1 1 1. ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞ കേസ് എന്ന് പറയാൻ, നമ്മൾ ഏതെങ്കിലും രണ്ട് റോസ് എടുക്കുമ്പോൾ, ഇപ്പോൾ ഈ കേസിൽ നമ്മൾ എടുത്തേക്കുന്നത് ഫസ്റ്റ് സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ആണ് ഫ്രം സർക്യൂട്ട് മാട്രിക്സ്. ദെൻ ഫ്രം ഇൻസിഡൻറ്റ് മാട്രിക്സ് വി ടേക്ക് ദ റോ കറസ്പോണ്ടിങ് ടു ദ വേർട്ടെക്സ് V2. ആ V2 സർക്യൂട്ടിലില്ല. അപ്പോൾ രണ്ട് റോസ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ എന്താ, V2 ആ സർക്യൂട്ടിലില്ല മീൻസ് എന്താ, സർക്യൂട്ടിലുള്ള എഡ്ജസ് ഒന്നും V2ൽ സർക്യൂട്ടിലുള്ള എഡ്ജസ് ഒന്നും ഇൻസിഡൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ V2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരുന്ന എഡ്ജസും അതുപോലെ സർക്യൂട്ടിൽ വരുന്ന എഡ്ജസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ സെയിം പൊസിഷനിൽ നോൺ സീറോ വാല്യൂസ് അല്ലെങ്കിൽ 1 ഒന്നും വരത്തില്ല. നമ്മളൊരു ഇൻസിഡൻറ്റ് മാട്രിക്സിലെ ഒരു റോ എടുക്കുമ്പോൾ ആ റോയിലെ ഏതെങ്കിലും പൊസിഷൻ, ദാറ്റ് മീൻസ് ഏതെങ്കിലും എഡ്ജ് 1 വരുന്നു, അതേ സെയിം പൊസിഷനിൽ തന്നെ നമ്മുടെ സർക്യൂട്ട് മാട്രിക്സിലും 1 വരുവാണെങ്കിൽ അതിനർത്ഥം നമ്മളെടുത്ത വേർട്ടെക്സ് ഏതാണോ ആ വേർട്ടെക്സ് നമ്മുടെ സർക്യൂട്ടിലും ഉണ്ട്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്മളിപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് കേസാണ്. ഫസ്റ്റ് കേസ് മീൻസ് നമ്മൾ ആ സർക്യൂട്ടിൽ ഇല്ലാത്ത ഒരു വേർട്ടെക്സാണ് കൺസിഡർ ചെയ്തത് V2. ഓക്കെ, അപ്പോൾ V2ൽ സർക്യൂട്ടിൽ V2 ഇല്ല മീൻസ് സർക്യൂട്ടിലുള്ള എഡ്ജസ് ഒന്നും എവിടെ ടച്ച് ചെയ്യുന്നില്ല, V2ൽ ടച്ച് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ രണ്ടിടത്തും ആ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള V2 എന്ന് പറയുന്നത് ഇതാണ്, ദെൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. സോ V2ലോട്ട് സർക്യൂട്ടിലെ എഡ്ജസ് ഒന്നും വന്നിട്ടില്ല, സോ സെയിം പൊസിഷനിൽ 1 ഒന്നും വരില്ല, സോ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ രണ്ട് റോസിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് 0 0 1 1 0, നെക്സ്റ്റ് 1 1 0 0 0. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ ഇൻസിഡൻറ്റ് മാട്രിക്സിലൊരു റോ എടുത്തു, സർക്യൂട്ട് മാട്രിക്സിലൊരു റോ എടുത്തു. ആ കേസിൽ നമ്മളെടുത്ത ഇൻസിഡൻറ്റ് മാട്രിക്സിൽ ഏത് റോയാണോ എടുത്ത ആ വേർട്ടെക്സ് നമ്മുടെ സർക്യൂട്ട് മാട്രിക്സിൽ ഇല്ലാത്തതാണ് അല്ലെങ്കിൽ സർക്യൂട്ടിൽ ഇല്ലാത്തതാണ്. സോ നമ്മൾ എടുക്കുമ്പോൾ സെയിം പൊസിഷനിൽ 1 ഒന്നും വരില്ല. സോ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് 0 തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് നമ്മൾ എടുക്കുന്ന റോ എന്ന് പറയുന്നത്, ഓക്കെ, V4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ആണ് നമ്മൾ എടുക്കുന്നത്. V4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ എടുത്തു, ഈ ഫസ്റ്റ് മാട്രിക്സ് തന്നെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഈ റോ എഴുതുമ്പോൾ 0 0 1 1 0 0 0 1 1 1. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക്
സെയിം പൊസിഷനിൽ നോൺ സീറോ എൻട്രീസ് അല്ലെങ്കിൽ 1 വന്നു. ഏത് കോളമാണ്? E3 ആൻഡ് E4 അല്ലേ? സോ നമ്മൾ ഇപ്പോൾ എടുത്ത ഇൻസിഡൻറ്റ് മെട്രിക്സിലെ 4th റോയാണ്. ദാറ്റ് മീൻസ് 4th റോ എന്ന് പറയുന്നത് നമ്മുടെ 4th വേർട്ടെക്സിന് കറസ്പോണ്ടിങ് ആണ്. ഇനി ആ വേർട്ടെക്സ് ആ സർക്യൂട്ടിലും ഉണ്ട്, നമ്മുടെ ഫസ്റ്റ് സർക്യൂട്ടിലുള്ളതാണ്. അപ്പോൾ അതിന് മീൻ ചെയ്യുന്നത് എന്താ? ഇഫ് എ വേർട്ടെക്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എ സർക്യൂട്ട്, ഒരു വേർട്ടെക്സ് ആ സർക്യൂട്ടിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ, ഓക്കെ, നമ്മുടെ ആ സർക്യൂട്ടിലുള്ള 2 എഡ്ജസ് ആ വേർട്ടെക്സിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 4 ആണ് നമ്മൾ എടുത്തത്. 4 എന്ന് പറഞ്ഞ വേർട്ടെക്സ് സർക്യൂട്ടിലുള്ളതാണ്. സർക്യൂട്ടിലുള്ള E4 E3 എന്ന് പറഞ്ഞ എഡ്ജസ് എവിടെ വരുന്നുണ്ട്? 4ൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഇൻസിഡൻറ്റ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ E3യും E4ഉം 1 ആക്കും. അതുപോലെ സർക്യൂട്ട് മെട്രിക്സിലും ആ സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ എന്താണ്? E3യും E4ഉം 1 ആക്കി. സോ 2 പൊസിഷനിലും 1 വന്നു. ഇനി ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്ന ആൻസർ എന്ന് പറയുന്നത്? ഇത് 0, ഇത് 0, ഇത് 1, 1. സോ 2 എന്ന് പറഞ്ഞൊരു ആൻസർ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ഈ മെട്രിക്സിൻ്റെ കേസിലെല്ലാം നമ്മൾ 2 mod 0 എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. 2 mod 0, സോറി 2 mod 2, 2 mod 2 എന്ന് പറഞ്ഞെടുക്കും. ഓക്കെ, 2 mod 2 മീൻസ് നമുക്ക് ഈ മെട്രിക്സിൽ നിന്ന് കിട്ടുന്ന ആൻസറിനെ നമ്മൾ 2 mod 2ൽ റെപ്രസെൻറ്റ് ചെയ്യാൻ മീൻസ് കിട്ടിയ ആൻസർ 2 ആണ്, അതിൻ്റെ mod 2 വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. ദാറ്റ് മീൻസ് 2 mod 2 മീൻസ് 2 is divided by 2 and take the remainder. So 2 divided by 2 means we got the answer 0. So സെക്കൻഡ് കേസിൽ നമുക്ക് 0 തന്നെ കിട്ടി. പറഞ്ഞു വന്നത്, നമ്മൾ ഇൻസിഡൻറ്റ് മെട്രിക്സിലെയും അതുപോലെ സർക്യൂട്ട് മെട്രിക്സിലെയും ഏതെങ്കിലും ഒരു റോ എടുക്കുമ്പോൾ അവിടെ 2 കേസസ് വരാം. ഒന്നുകിൽ ആദ്യം പറഞ്ഞ കേസ് പോലെ 2 റോസിലെയും വാല്യൂ സെൻറ്ററിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 0 തന്നെ കിട്ടും. 0 mod 2 എടുത്താലും 0 തന്നെ കിട്ടും. അല്ലേ? 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുന്നതും 0 തന്നെ ആയിരിക്കും. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്, നമ്മൾ ഇൻസിഡൻറ്റ് മെട്രിക്സിലെ റോയും സർക്യൂട്ട് മെട്രിക്സിലെ റോ എടുത്തപ്പോൾ സെയിം പൊസിഷനിൽ 1 വന്നു. അപ്പോൾ സെയിം പൊസിഷനിൽ 1 വരുമ്പോൾ എനിവേ എന്തായാലും നമുക്ക് 2 1s ആയിരിക്കും സെയിം പൊസിഷനിൽ വരുന്നത്. സോ അതിൻ്റെ ആൻസർ 2 ആയിരിക്കും കിട്ടുന്നത്. 2 mod 2 എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. സോ ഏത് റോ എടുത്താലും ഈ 2 കേസസ് വരാം. നമ്മളെടുക്കുന്ന വേർട്ടെക്സ് ഈ സർക്യൂട്ടിൽ വരാം, വരാതിരിക്കാം. ഏത് കേസായാലും നമ്മളെടുക്കുന്ന ഏത് റോസ് ആയാലും ഫൈനലി ഒന്നുകിൽ നമുക്ക് 0s കിട്ടും, അല്ലെങ്കിൽ നമുക്ക് 2 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ആ 2 mod 2 ചെയ്യുമ്പോഴും 0 തന്നെ ആയിരിക്കും കിട്ടും. ദാറ്റ് മീൻസ് എന്താ? A into B ട്രാൻസ്പോസ്. ഇവിടെ ഞാൻ ട്രാൻസ്പോസ് ആയിട്ട് എഴുതിയിട്ടില്ല. ഈ ഒരു മെട്രിക്സ്, ഈ ഒരു വാല്യൂസ് റോസ് നമ്മൾ ട്രാൻസ്പോസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോ എനിവേ എങ്ങനെ എടുത്താലും A into B ട്രാൻസ്പോസ് എടുത്താലും B into A ട്രാൻസ്പോസ് എടുത്താലും നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ 0 തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് ദേ ആർ ബോത്ത് ഓർത്തോഗണൽ ടു ഈച്ച് അതർ. Okay, so consider the ith row in A and jth row in B. Here the edges are arranged in the same order, so the non-zero entries, that means ones in the corresponding same positions occurs in both rows. That means only if the particular edge is incident on the ith vertex and also in the jth circuit. ഇല്ലേ, നമ്മളുടെ particular edges ith vertexലും ഇൻസിഡൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ V4ലും ഇൻസിഡൻ്റ് ആണ്. അതുപോലെ നമ്മുടെ jth സർക്യൂട്ടിലും, അതായത് നമ്മളെടുത്ത സർക്യൂട്ടിലും ഉണ്ടെങ്കിൽ മാത്രമേ സെയിം പൊസിഷനിൽ നോൺ സീറോ എൻട്രി സീറോസ് വരത്തുള്ളൂ. ഓക്കെ, ഇഫ് ദ ith vertex ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ jth സർക്യൂട്ട്, നമ്മളെടുക്കുന്ന വേർട്ടെക്സ് V2 ആ സർക്യൂട്ടിൽ ഇല്ലെങ്കിൽ then there is not such non-zero entries at the same product and the dot product of the two rows will be this 0. If the ith vertex in the jth circuit, there will be exactly 2 ones in the sum of the product of the entries. ഇല്ലേ, എൻട്രീസിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് 2 ones വരും. ആൻഡ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ദ ആൻസർ ഈസ് 2 1, ദാറ്റ് ഈസ് 2 dot product of the two arbitrary rows, one from A and other from B is also 0. അപ്പോൾ അവിടെ നമുക്ക് ആർബിട്രറി mod 2 ഓപ്പറേഷൻ എടുക്കുന്നത് കൊണ്ടാണ് നമുക്കവിടെ 0 തന്നെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ we can prove that A dot B transpose equal to B dot A transpose equal to 0. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞു വന്ന് നമുക്കൊരു ഗ്രാഫ് എടുക്കുക. ആ ഗ്രാഫിലെ
ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. ദെൻ രണ്ട് കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസിൽ വി ഹാവ് ടു ടേക്ക് എ വേർട്ടെക്സ് ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു സർക്യൂട്ട്. ദാറ്റ് മീൻസ് നോ എഡ്ജസ് ഇൻ ദ സർക്യൂട്ട് ബിലോങ്സ് ടു incident on the incident at particular vertex. Then second case is consider the vertex that belongs to that circuit. That means the number of edges that incident on that vertex is 2, and also the circuit also consists of these 2 edges. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ എടുക്കുന്ന വേർട്ടെക്സ് സർക്യൂട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെട്രിക്സ് എടുക്കുമ്പോൾ ആ കറസ്പോണ്ടിങ് റോ എടുക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന വേർട്ടെക്സ് ആ സർക്യൂട്ടിലുള്ളതാണെങ്കിൽ ഒരു റോ എടുത്താൽ ആ സർക്യൂട്ടിലും എന്താ പറയുന്നത്, ആ വേർട്ടെക്സ് എടുക്കുമ്പോൾ രണ്ട് എഡ്ജസ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന പൊസിഷനിൽ 1 വരും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സർക്യൂട്ട് എടുക്കുമ്പോഴും ആ സെയിം എഡ്ജസിൻ്റെ പൊസിഷനിൽ 1 ആയിരിക്കും വരുന്നത്. സോ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 ആയിരിക്കും. അതിനെ മോഡ് 2 ആയിട്ട് എഴുതുമ്പോൾ 2 mod 2 എഴുതുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0 ആയിരിക്കും. സോ ഏത് റോ എടുത്താലും ആൻസർ ഫൈനലി 0 തന്നെയായിരിക്കും കിട്ടുന്നത്. ദാറ്റ് മീൻസ് both of 2 are orthogonal to each other. Okay, thank you.